എന്തെങ്കിലും സത്യസന്ധത നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരുടെ മേലെ രജിസ്റ്റർ ചെയ്ത കള്ളക്കേസുകൾ പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. ഞാനിപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കരിങ്കൊടി കാണിച്ച് മുദ്രാവാക്യം വിളിച്ചിട്ടേ ഉള്ളൂ. ദൃശ്യങ്ങൾ ശരിക്കും പരിശോധിച്ചാൽ ആക്രമിക്കാൻ മന്ത്രി ഇങ്ങോട്ട് വന്ന പോലത്തെ പ്രതികരണം ഉണ്ടായത്. ആരാ എന്താ എടാ വാടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് മന്ത്രിയാണ് ഒരടുത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഞങ്ങൾ ഒരു കാര്യം ഇന്ന് കാലത്തും മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ സമരം ചെയ്യുന്നവരുടെ നിഴല് പോലും മന്ത്രിയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല. അതെല്ലാവർക്കും അറിയാം. ആ ദൃശ്യം കണ്ട മുഴുവൻ ആളുകൾക്കും അറിയാം. ആക്രോശിച്ചത് അവരാണ്. ഇവര് സമരമുദ്രാവാക്യം വിളിച്ചിട്ടേ ഉള്ളൂ. സമരക്കാരോട് ആക്രോശിച്ചത് പോലീസിനോട് പോലും ചൂടായത് അവരാണ്. ഞങ്ങൾ ആരുടെയും പരിക്കിനെ പരിഹസിക്കുന്നൊന്നുമില്ല. പക്ഷെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വധശ്രമത്തിന് കേസെടുക്കാൻ മാത്രം ഗൗരവതരമായ പരിക്കാണെങ്കിൽ കേസെടുക്കേണ്ടത് മന്ത്രിയുടെ ഗൺമാനും പോലീസിനും എതിരെയാണ്, സമരക്കാർക്കെതിരെയല്ല. അവരാണ് മന്ത്രിയുടെ ശരീരത്തിൽ തട്ടുന്ന തരത്തിൽ ഉണ്ടായിരുന്നത്, ചുറ്റുവട്ടത്തുണ്ടായിരുന്നത്.